ഒരു ചായ കുടിക്കണം. സാറിന് ചായ വേണോ? ചായയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, എനിക്കങ്ങ് ജംഗ്ഷൻ വരെ പോകാനുള്ള. സാർ ഓട്ടം വിളിച്ച് വന്നല്ലോ, ലോസി അടിച്ച് വന്നല്ലേ, ഇവിടെ വരെ മതി. നീ വണ്ടി എടുക്കുന്നത് അതിനുള്ള ചില്ലറ എത്രയാണെന്ന് വെച്ചാൽ ഞാനങ്ങ് തന്നാ പോരെ. ഇവിടെ നല്ല ചായ കിട്ടും. സാർ ഒരു ചൂട് ചായ കുടിച്ച് പതുക്കെ അങ്ങ് നടന്നാൽ മതി. പിന്നെ കുറച്ച് എളുപ്പത്തിൽ ചെല്ലാനേ സാർ ഈ തുണിയെ കഴിച്ച് കയ്യിലോട്ട് പിടിച്ചിട്ട് അവിടെ അങ്ങ് ഇരുന്ന് കൊടുത്താൽ മതി. അങ്ങ് താഴെ ചെന്നോളൂ. വേണ 2 ചായ, 1 വിത്തൗട്ടാണേ. ആർക്കാടാ വിത്തൗട്ട്? ഞാൻ വിത്തൗട്ടാന്ന് നിന്നോട് ആരാ പറഞ്ഞേ? എനിക്ക് വിത്തൗട്ട് വേണ്ട. എങ്ങോട്ടാ? എനിക്കങ്ങ് ജംഗ്ഷൻ വരെ പോകാനുള്ളതാ. ഓട്ടോ അങ്ങോട്ട് പോകത്തില്ലെന്നാണല്ലോ അവൻ പറയുന്നത്. ഓട്ടോയെന്നല്ല, നടന്നു പോലും ആ വഴി പോകാൻ പറ്റത്തില്ല. ഇന്നലെ ഒരു കാർ അവിടെ വന്ന് കിടന്ന് വട്ടം ചുറ്റി. ഇവിടെയുള്ള പിള്ളേരെല്ലാം കൂടെ പോയി വന്നത് എള്ളി പോയി, എന്നിട്ടും രക്ഷയില്ല. പിന്നെ JCB വന്നാൽ കെട്ടി വലിച്ചോണ്ട് പോയി. അത് ശരി. അപ്പം അവൻ പറഞ്ഞാൽ ശരിയാ. അകത്തോട്ടിരിക്കാം. അല്ല സാറേ, ഈ റോഡ് പണി എന്ന് തീരും? കഴിഞ്ഞ വർഷം മഴക്കാലത്തിന് മുന്നേ റോഡ് പണി തീരുമെന്ന് പറഞ്ഞാൽ റേഷൻ കട ജംഗ്ഷനിൽ ബോർഡ് വെച്ചത്. ആ മഴക്കാലവും കഴിഞ്ഞ് അടുത്ത മഴക്കാലവും വന്ന് പോരാത്തതിന് അവിടെ കിടന്ന കോൺക്രീറ്റും വെട്ടി പൊളിച്ച് ഇപ്പോൾ ഇരുന്ന് ഇറങ്ങേണ്ട അവസ്ഥയാണ്. അതാ ഞാൻ സാറിനോട് പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തുകാർ മൊത്തം ഒരു ദ്വീപിലകപ്പെട്ട അവസ്ഥയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ റോഡൊന്ന് അനുവദിച്ച് കിട്ടിയത്. ഇത് അനുവദിച്ച് കിട്ടി റെഡിയാവുമെന്ന് കണ്ടപ്പോൾ കുറേ ആൾമാർക്ക് ക്രിമിയടി. അതാ ഇതിങ്ങനെ വൈകി കിടക്കുന്നത്. മനസ്സിലായോ? അതാണ് സാറേ ചായ. മനസ്സിലാക്കിയിട്ട് എന്തോ കാര്യം? നമ്മുടെ ഗതി എന്ന് ഇവിടെ കിടന്ന് തുഴയാനാ. അതുപോലെ തന്നെ കൂടെ നിന്നിട്ട് കോന്ത്രം വയ്ക്കുന്ന ചിലവന്മാരുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. ആ, എനിക്ക് മനസ്സിലായി. മനസ്സിലായെങ്കിൽ മിണ്ടണ്ട, അത് മനസ്സിൽ വെച്ചാൽ മതി. ആസനത്തിലെ ആലു കുരുത്താൽ അത് തണലാന്നും പറഞ്ഞേ കൊണ്ട് നടക്കുന്ന കുറേ പേരും ഉണ്ട് ഇവിടെ. എങ്കിലും ഈ 5.5 കിലോമീറ്റർ റോഡ് പണിയാൻ ഇത്രയും കാലം താമസവും? എടോ, തർക്കം വരുന്നിടത്ത് പണി നിർത്തും. അവരുണ്ട് പരാതി കൊടുക്കും. ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിക്കണമെങ്കിലോ 45 ദിവസം. ആ 45 ദിവസം അങ്ങ് പോയോ? അവർ പരിശോധിക്കാൻ വരുമ്പോഴേ ഇവരുടെ മാന്യമായ പെരുമാറ്റം കൊണ്ട് അവർ കളഞ്ഞിട്ട് അങ്ങ് പോകും. വീണ്ടും മേലാഫീസിൽ പരാതി കൊടുക്കും. അവിടുന്ന് വരണമെങ്കിലോ 60 ദിവസം. അങ്ങനെ റോഡ് പണി നീണ്ട് അങ്ങ് പോകും. ഋതുക്കൾ മാറി വരും, മഴക്കാലവും വരും. അനുഭവിക്കുന്നതോ ഇവിടെയുള്ള മറ്റുള്ളവരും. എന്നാലും ഈ റോഡിന്റെ പണി എന്ന് നടക്കുമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറയാൻ പറ്റുന്ന ഒരാളുണ്ട്. കോയിപ്പുറത്ത് സ്വാമികൾ എന്ന് കേട്ടിട്ടുണ്ടോ? ആ, കേട്ടിട്ടുണ്ട്. പുള്ളി പ്രവചനമൊക്കെ നടത്തുന്ന ആളല്ലേ? ആണ്ട് മാസം തീയതി ഉൾപ്പെടെ കൃത്യം സ്വാമി പറഞ്ഞു തരും. എന്നാ പിന്നെ ആ വഴിക്കൊന്ന് നോക്കിയാലോ? ഇത് വല്ല നടക്കുന്ന കേസാണ്. നടക്കുമെന്നോ? പുള്ളി പറഞ്ഞതാ. ത്രികാല ജ്ഞാനിയാ. പ്രവചിച്ചതൊക്കെ സത്യമായിട്ടേ വന്നിട്ടുള്ളൂ. അതേത് പ്രവചനം? ഞാൻ അറിഞ്ഞില്ലല്ലോ. 2018 ജലം കൊണ്ട് നാശനഷ്ടം ഉണ്ടാകുമെന്ന് പറഞ്ഞു. വെള്ളപ്പൊക്കം വന്നോ? 2019 മഹാമാരി വന്ന് ആരും പുറത്തിറങ്ങത്തില്ലെന്നും പറഞ്ഞ് അതും പറഞ്ഞത് പുള്ളിയാ. കൊറോണ വന്നോ? നമുക്കൊന്ന് അറിഞ്ഞിരിക്കാമല്ലോ. ആരെങ്കിലും വരുന്നോ എൻ്റെ കൂടെ? ഞാനിവിടെ വരാം. ഞാനും വരുന്നു. നീ വരണ്ട. എന്താ ഞാനും കൂടെ വന്നാല്? 3 പേര് വഴിക്കോയല്ലേ മൂഞ്ചി പോകും. നീ വാടേ, നിനക്കൊരു ഓട്ടം തരാം. വേഗം കേറടേ, വീടൊക്കെ അറിയല്ലേ. എന്നാ വണ്ടി ഇട്. സ്വാമിയില്ലേ? പൂജയില ഉടൻ കഴിയും. ഞാൻ വിളിക്കാം, ഇരിക്കുക.
ഇരിക്കുക. സ്വാമി, ഞങ്ങൾ വന്ന കാര്യം പണി എന്ന് തീരുമെന്ന് അറിയണമല്ലേ സ്വാമി, പുഷ്പവും കയ്യിൽ പിടിച്ച് അനങ്ങാണ്ട് ഇവിടെ ഇരിക്കുക. എഴുന്നേറ്റ് മാറരുത്, മനസ്സിലായോ? ഉവ്വ. ഇന്ന് മീൻ കിട്ടിയില്ലോടി? മീൻ കിട്ടിയില്ല, മീൻകാരനും വന്നില്ല. പിന്നെ നീ നമ്മളെ മുട്ടയിടാത്ത കോഴിയെ കൊടുത്തായിരുന്നു. ഇല്ല, കൂട്ടിലുണ്ട്. നീ അതിനെ പിടിച്ചോണ്ടേ അങ്ങ് ഞാൻ ഇരിക്കുന്നിടത്തേക്ക് കൊണ്ടുവരണം. എന്തിന്? അതൊക്കെ ഉണ്ട്, ഞാൻ പറയാം. മതി, കാശ് എന്നാ കോഴിയെ തരും. കാശൊക്കെ മേടിച്ച് തരാന്ന്. നീ വളരെ ഭവ്യതയോട് കൂടി അങ്ങ് കൊണ്ടുവരണം. ഭവ്യതയോ? അതെങ്ങനാ? അയ്യോ, നീ അങ്ങ് കൊണ്ടുവന്നാ മതി. സ്വാമി, പരിഹാരം സർവവന്ദന സ്ഫോടേ സ്ഫോടേ ഭുംഭട്ട് സ്വാഹ. സർവവന്ദന സ്ഫോടേ സ്ഫോടേ ഭുംഭട്ട് സ്വാഹ. ഭുംഭട്ട് സ്വാഹ. ഭുംഭട്ട് സ്വാഹ. സ്വാഹ സ്വാഹ സ്വാഹ. അതിനെ കൊണ്ടുവരിക. ഓം സർവവന്ദന സ്ഫോടേ സ്ഫോടേ ഭുംഭട്ട് സ്വാഹ. ഓം സർവവന്ദന സ്ഫോടേ സ്ഫോടേ ഭുംഭട്ട് സ്വാഹ. ഭുംഭട്ട് സ്വാഹ. അങ്ങോട്ട് തന്നോളൂ. പൊയ്ക്കുള്ള എഴുന്നേൽക്കുക. ഇതിനെ അങ്ങോട്ട് പിടിക്കുക. ഇവളെ നന്നായി നോക്കണം. തീറ്റയും ജലവും ഒക്കെ കൊടുത്ത് എല്ലാ ദിവസവും നിരീക്ഷിക്കണം. ലേശം വൃത്തിക്കുറവുണ്ടേ, മഴയായോണ്ടാ. വേണമെങ്കിൽ വല്ലപ്പോഴൊന്ന് കുളിപ്പിക്കാവാ. എന്തേ സ്വാമി, ഇതിൻ്റെ ഫീസ്? നോം ഇതിന് പ്രത്യേകിച്ച് ഫീസൊന്നും വാങ്ങാറില്ല. പിന്നെ കോഴിയുടെ വിലയായിട്ട് ഒരു 650 റുപ്യ തട്ടത്തിലിട്ടോളൂ.
നോക്കണം. തീറ്റയും ജലവും ഒക്കെ കൊടുത്ത് എല്ലാ ദിവസവും നിരീക്ഷിക്കണം. ഒന്ന് പൊക്കി പിടിക്കുക. ഈ ഭാഗത്ത് എല്ലാ ദിവസവും ഈ പൂടയൊക്കെ ഒന്ന് വകഞ്ഞ് മാറ്റി നോക്കണം. അതെന്തിനാ സ്വാമി? ചിലപ്പോ മുല വന്നിട്ടുണ്ടാവേ, കോഴിയുടെ മുലേ. അന്ന് നിങ്ങളുടെ ഈ പണി നടക്കും. പോയിക്കോളൂ.